പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 20 പ്രതികൾ അറസ്റ്റിലായി. പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ഇന്നലെ അറസ്റ്റിലായ ഇലവുംതിട്ട സ്വദേശി സുബിനാണ് പെൺകുട്ടി ആദ്യം പീഡിപ്പിച്ചതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കേസിൽ പോലീസിനോട് തൽസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ കത്തയച്ചു. പ്രതികളുടെ 42 പേരുടെ ഫോൺ നമ്പർ പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ഇതിൽ ആദ്യ പരിശോധനയിൽ തന്നെ പീഡനത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് ഉറപ്പിച്ച 5 പേരെ ഇന്നലെ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവിടെ അറസ്റ്റിലായ സുബിൻ എന്നയാളാണ് പെൺകുട്ടിയുമായി ആദ്യം സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്. നഗ്നദൃശ്യങ്ങൾ അയച്ചുകൊടുത്തും തിരികെ വാങ്ങിയും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ശേഷം പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ മറ്റു പലർക്കും അയച്ചു കൊടുത്തു. ഈ ദൃശ്യങ്ങൾ കാണിച്ചാണ് പലരും പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 15 പേരെ ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്നു. ഇന്ന് ഈ 15 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. അറസ്റ്റിലായവരിൽ അടുത്ത ദിവസം വിവാഹ നിശ്ചയം നടക്കാനിരിക്കുന്ന നവവരനും ഉൾപ്പെടും. അത്ലറ്റായ പെൺകുട്ടിയെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ജില്ലയ്ക്ക് പുറത്തും തിരുവനന്തപുരത്തും എത്തിച്ചും പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. 64 പേരുടെ പേരുവിവരങ്ങൾ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പരമാവധി പ്രതികളെ ഉടൻ പിടികൂടാനാണ് പോലീസ് നീക്കം. ദക്ഷിണ മേഖലാ DIG അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. 24 പത്തനംതിട്ട.